1202 ആണ്ട് പുതുവർഷ ഫലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഈ വർഷത്തെ മലയാളത്തിൻ്റെ പുതുവർഷം ചിങ്ങമാസത്തിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ചിങ്ങമാസ ഫലം അല്ലെങ്കിൽ ഈ വർഷത്തെ പുതുവർഷ ഫലം അത് വ്യാഴം കർക്കിടകം രാശിയിലും ചിങ്ങം രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 6 മാസം കുറച്ച് മോശമാണ് നിങ്ങളുടെ നക്ഷത്രം എന്ന് തോന്നിയാൽ 6 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ നക്ഷത്രവും വളരെ നന്നായിട്ട് വരും. അതായത് വ്യാഴം എല്ലാ നക്ഷത്രങ്ങൾക്കും അനുകൂലിക്കുന്ന രീതിയിൽ കർക്കിടകം ചിങ്ങം രാശികളിലാണ് സഞ്ചരിക്കുന്നത്. പിന്നെ ഈ വർഷം വളരെ പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 നക്ഷത്രങ്ങൾക്ക് കോടീശ്വര യോഗം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഈ നക്ഷത്രങ്ങളുടെ അവസ്ഥ കൊണ്ട് മാത്രമല്ല, പ്രശസ്തരായ ജ്യോതിഷികളുടെ ദേവപ്രശ്ന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് വിലയിരുത്തുന്നത്. അടുത്ത കാലത്ത് നടത്തിയ 3 ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായി നടത്തിയ ദേവപ്രശ്നങ്ങളിൽ ഈ കാര്യം വളരെ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ്. ഈ കോടീശ്വര യോഗമുള്ള ഈ 8 നക്ഷത്രക്കാർ ശൈവമായിട്ടുള്ള ഒരു ശിവൻ്റെ പ്രാർത്ഥന, യാതൊരുവിധ ധനച്ചെലവുമില്ലാത്ത ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് അടുത്ത വർഷം നല്ല സമ്പാദ്യമുള്ളവരും സൗഭാഗ്യവാന്മാരായിട്ടും സൗഭാഗ്യവതികളായിട്ടും തീരും എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നക്ഷത്രം ഈ വർഷം സ്വാഹ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ചിങ്ങമാസം തുടങ്ങുന്നതേ ഉള്ളൂ. അന്നേരം തന്നെ നമ്മുടെ നക്ഷത്രത്തെ പഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ കോടീശ്വര യോഗത്തിൽപ്പെട്ട നക്ഷത്രമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂറുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനകത്ത് ഏതെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം വളരെ മനസമാധാനവും അത് സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വിഷമവും ഉണ്ടാകേണ്ട കാര്യമില്ല. ഗുരുവായൂരപ്പൻ്റെ പ്രാർത്ഥന നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഈ നക്ഷത്രങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ വർഷം ഉണ്ടാകുന്നതായിരിക്കും. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം. ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് വളരെ അധികം നന്മയാണ് ഈ വർഷഫലത്തിൽ ഈ വർഷം കാണുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കാനായിട്ട് ഈ വർഷം സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, അതുപോലെ തന്നെ ആ പഠിത്തത്തിന് വേണ്ടി വരുന്ന സാമ്പത്തികം, അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലങ്ങളിൽ കോളേജുകളിലുമൊക്കെ അഡ്മിഷൻ കിട്ടാനും ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടാനും ഒന്നും ഈ വർഷം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. പിന്നെ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കുടുംബവീതം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടേണ്ടി വരും. അല്ലെങ്കിൽ സാങ്ഷൻ ഒക്കെ കിട്ടാൻ പഞ്ചായത്തിൽ നിന്നും മറ്റുമൊക്കെ സാങ്ഷൻ കിട്ടാനായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറി നിങ്ങൾക്ക് നല്ല വീട്, മനോഹരമായ വീട് വെച്ച് ഈ വർഷം നമുക്കതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെങ്കിലും തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നീട് വർഷാവസാനം ചില ക്ലേശങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങൾക്കോ സന്താനങ്ങൾക്കോ ചെറുതായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതെ നന്നായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നോക്കുക, കുടുംബത്തിൻ്റെ സൗഭാഗ്യം നോക്കുക. നിങ്ങൾ അത്യാവശ്യം പ്രാർത്ഥനാനിരതമായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു വർഷമായിട്ട് ഈ 1202 തീരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു രാശിനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളൊരു കിഴിപ്പണം 2 നടയിലും, അതായത് ചോറ്റാനിക്കര അമ്മയുടെ നടയിലും അതുപോലെ തന്നെ കീഴ്ക്കാവിലും കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് അറിയാതെ ചെയ്തു വരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് സമാധാനപരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ ഇടവക്കൂറ് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി മകീരത്തിൻ്റെ അര. അതായത് ആദ്യത്തെ ആ ഒരു ഇടവക്കൂറുകാരുടെ ആദ്യത്തെ ഒരു 6 മാസക്കാലം അത്ര നന്നായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു
6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വളരെ നല്ല കാലമായിരിക്കും. നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സ് തീരെ പ്രതീക്ഷ കൈവിട്ടു പോകുന്ന അവസരത്തിൽ പോലും ഭഗവാന്റെ കൃപകൾ കൊണ്ട് നിങ്ങളുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും നമുക്ക് 6 മാസങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഈ ട്യൂഷൻ സെൻറ്റർ, അതുപോലെ തന്നെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രവൃത്തി ചെയ്യുന്നത്, അതായത് കോച്ചിങ് സെൻറ്ററുകൾ, PSCയുടെ കോച്ചിങ് സെൻറ്ററുകൾ, പിന്നെ നമ്മൾ വീട്ടിലിരുത്തി ട്യൂഷൻ എടുക്കുന്നു, അങ്ങനെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെ ബുക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വർഷം വളരെ നല്ല ഒരു സാമ്പത്തിക ലാഭം, അവർക്ക് ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക പ്രയോജനം ഉണ്ടാകുന്ന വർഷമായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ ശല്യം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്ലേശങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പേപ്പർ വർക്കുകൾ നിങ്ങൾക്ക് നന്നായിട്ട് നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലിക്കാർ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ, അതായത് ആ ഓഫീസിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് നമുക്ക് ജോലി ചെയ്യാനും അവിടുന്ന് ധാരാളം ധനം സമ്പാദിക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, നിങ്ങളൊരു വാടകയ്ക്കാണ് നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിച്ച് അവിടെ ബിൽഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ കെട്ടിടത്തിൽ നിങ്ങൾക്ക് ആ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ ചില നിങ്ങൾ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് അലട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിനകത്ത് വലിയൊരു സംഖ്യ നമ്മൾ ആശുപത്രി വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി, ഭാര്യയുടെ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദുർച്ചെലവല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മൾ ആശുപത്രിയുടെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ടുള്ള ധനം നമുക്ക് ചിലവാകുന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നമുക്കത് തുലവും കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ശൈവമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങളെ അതിന് സഹായിക്കും. പിന്നെ രോഗദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അസിഡിറ്റി, അല്ലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ചില ക്ലേശങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വാക്കുതർക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ, അല്ലെങ്കിൽ നമ്മൾ ആരെയും വെല്ലുവിളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്താതെ നമ്മൾ സമാധാനപരമായിട്ട് ജീവിക്കേണ്ടതാണ്. പിന്നെ മഹാലക്ഷ്മി അഷ്ടകം, ദേവിയായിട്ട് ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ തൊഴുവോ അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ, ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഒക്കെ മാറും, നന്നായിട്ട് പോകും. പിന്നെ അടുത്ത 6 മാസത്തിന് ശേഷം വളരെ നല്ല കാലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മിഥുനക്കൂറ്, മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം, മുക്കാല്. അഭിപ്രായ ഭിന്നത കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയായിട്ടാവാം, സഹോദരന്മാരായിട്ടാകാം, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടാവാം, അല്ലെങ്കിൽ അയൽവക്കത്തുകാരുമായിട്ടാവാം, മേലധികാരിയായിട്ടാവാം. ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ മാറി നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുമെന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തു, നമുക്ക് ആ ധനം കിട്ടാനായിട്ട് ക്ലേശങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഏതെങ്കിലും ബ്രോക്കറായിട്ടൊക്കെ നിന്നിട്ട് പൈസ കിട്ടാനുള്ളതും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ട് കിട്ടും. അതിന് ഏറ്റവും ഉത്തമമായ കാലമാണ്. നമ്മളോട് എല്ലാവരും ഒരു സഹാനുഭൂതിയോടുകൂടി പെരുമാറി, നിങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ നിങ്ങളൊരു വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു വീട്ടിലോട്ട് താമസം മാറുന്നതിനുള്ള ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. പിന്നെ കൃഷ്ണ പ്രാർത്ഥന, ഗുരുവായൂരപ്പൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെയോ, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് നാരായണ നാമം ജപിക്കുകയോ, ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളാണെന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഈ സാമ്പത്തികമായിട്ടൊക്കെ വരുന്ന ചെറിയ ചെറിയ ക്ലേശങ്ങൾ, ആരോഗ്യപരമായിട്ട് വരുന്ന ചെറിയ ക്ലേശങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ, നമ്മൾ ഓരോ കാര്യത്തിനും, കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിലും ഇറങ്ങുന്ന കാര്യങ്ങൾക്കുണ്ടാവുന്ന തടസ്സങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കർക്കിടകക്കൂറ്,
പുണർദം കാല് പൂയം ആയില്യം. അപ്പോൾ അവിടെയാണ് വ്യാഴം ഇപ്പോൾ ആദ്യത്തെ ഏതാണ്ട് 6 മാസക്കാലം വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കർക്കിടകക്കൂറിലാണ്. അപ്പം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. അപ്പം നിങ്ങൾ അതിനു വേണ്ടി ഉള്ള ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടുള്ള ജീവിത വിജയം നമുക്ക് സാധ്യമായിട്ടെടുക്കാം. അതായത് നമുക്ക് തീർത്ഥാടനം നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ തീർത്ഥാടനം നടത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുഗ്രഹങ്ങളിൽ നിങ്ങളെ പലപ്പോഴും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ കൊണ്ടും നിങ്ങളെ അവഗണിച്ച് നിർത്തിയിരുന്ന പല ബന്ധുക്കളും നിങ്ങളെ അങ്ങോട്ട് തന്നെ വിളിച്ച് നിങ്ങളെ ആ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരാളായിട്ടും അതുപോലെ അവിടുത്തെ വിശേഷങ്ങൾക്ക് നിങ്ങളെ പ്രധാനമായിട്ടും പങ്കെടുപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിലും പൈസ നിക്ഷേപിച്ചിട്ട് നമുക്ക് പൈസ ബാങ്കുകളിലും മറ്റും പൈസ നിക്ഷേപിച്ചിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് മനപ്രയാസങ്ങൾ, നമ്മളെ ചിലപ്പം നമ്മൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു, അതിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാനസിക ക്ലേശങ്ങൾ കുടുംബത്തിലാണേലും അതുപോലെ തന്നെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് നമുക്കൊരു അംഗീകാരം കിട്ടാതെ വരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ അംഗീകാരം കിട്ടാതെ വരുന്ന അവസ്ഥ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥനയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ ഈശ്വരാനുഷ്ഠിതമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾ നീങ്ങുന്നില്ല, ഭാര്യമാർ നീങ്ങുന്നില്ല, കുടുംബം നീങ്ങുന്നില്ല എങ്കിൽ അവരെ കൂടി നിങ്ങൾക്ക് ഒരു ആധ്യാത്മികമായ വഴിയിലൂടെ കൊണ്ടുപോയി അവരെയും നല്ല ഒരു വ്യക്തികളാക്കാനും നല്ലൊരു കുടുംബമായിട്ട് നല്ലൊരു മനസമാധാനമുള്ള കുടുംബമായിട്ട് മാറ്റാനും നിങ്ങൾക്ക് സാധ്യമാകും. പിന്നെ ഇങ്ങനെ നേത്രരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വളരെ സൂക്ഷ്മതയുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മൾ വളരെ സൂചി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെ കളിപ്പാട്ടങ്ങളിലെ ഇങ്ങനെയുള്ള ഒരു അഗ്രഭാഗമൊക്കെ വളരെ ഇതായിട്ടൊക്കെ ഇരിക്കുന്നവർ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ അവരെ ശ്രദ്ധിക്കണം. നമ്മൾ മുതിർന്ന ആൾക്കാരാണേലും വാഹനങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെ നേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചില്ലോ അല്ലെ അപകടങ്ങളോ ഒക്കെ വരാതിരിക്കാനായിട്ട് അല്ലെ ഈച്ചയോ എന്തെങ്കിലും കയറിയിട്ട് നമുക്ക് കണ്ണിനൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധന്വന്തരമൂർത്തിയെ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂർത്തിയാണ് ധന്വന്തരമൂർത്തി. നമ്മൾ ധന്വന്തരമൂർത്തിയുടെ അമ്പലമുള്ളവർ ധന്വന്തരമൂർത്തിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് നമ്മുടെ സർവ്വരോഗങ്ങളും മാറ്റിത്തരുന്ന ദേവനാണ്, ഗുരുവായൂരപ്പനാണ്. അപ്പം ധന്വന്തരമൂർത്തിയുടെ ആ ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആകസ്മികമായിട്ട് ചിലപ്പോൾ സംഭവിക്കാവുന്ന ക്ലേശങ്ങളൊക്കെ വളരെ ചെറിയ ഇതായിട്ട് നമുക്ക് മാറി നമുക്ക് വലിയ ധനച്ചെലവോ അല്ലെങ്കിൽ മനപ്രയാസങ്ങളോ ഇല്ലാതെ നന്നായിട്ട് ഈ 1202 കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ചിങ്ങക്കൂറ്, മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം. പിന്നെ കച്ചവടം, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തയ്യലൊക്കെ നടത്തി നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ സ്ത്രീകളുമൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ തയ്യലുമൊക്കെ നടത്തി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ നോക്കുന്നു. അതുപോലെ ചെറിയ ഇങ്ങനെ ഈ ചെറിയ തട്ട് പോലെയൊക്കെ ഇട്ടിട്ട് പലഹാരങ്ങൾ വിൽക്കുന്നു, അല്ലെങ്കിൽ ചെറിയ ചായക്കട പോലെയൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെയധികം സമ്പാദ്യം നമുക്കൊരു ഇതുവരെ നിങ്ങളുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും സ്വന്തമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കുറച്ച് ധനമെങ്കിലും നിങ്ങളുടെ ബാങ്കിൽ നമുക്ക് സമ്പാദിച്ച് വെക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു അംഗീകാരവും, നിങ്ങൾ നല്ലൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കലാകാരനായിരിക്കും, നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങളെ ആരും വിളിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കലാരംഗത്തുണ്ടാകുന്ന പല അസ്വാരസ്യങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു അസൂയയുടെ പേരിൽ നിങ്ങൾക്ക് പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ കുടുംബത്ത് തന്നെയാണെങ്കിലും നമുക്ക് ഒരു കലാകാരനാണെന്നുള്ള നിലയിൽ അംഗീകാരങ്ങളില്ലാതെയൊക്കെ വന്നേക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ആ അറിയാവുന്ന കലയുടെ പ്രവർത്തികൾ ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ മേന്മയുണ്ടാകുകയും അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടാവാനും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള വാഹനം, വസ്ത്രം ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ചില ആൾക്കാർ നമ്മളോട് ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരവസ്ഥ വരാം. കാരണം നമ്മളുടേതായ കുഴപ്പങ്ങൾ കൊണ്ടൊന്നും ആയിരിക്കത്തില്ല,
ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് നമ്മളോട് ക്രൂരമായിട്ട് പെരുമാറാം. അത് ചിലപ്പം നമ്മളുടെ ബന്ധുക്കൾ തന്നെയാകാം, അല്ലെ നമ്മുടെ കാർന്നവരുടെ സ്ഥാനത്തിരിക്കുന്നവരുടെ ചെറിയ ശാപവാക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്കുണ്ടാവാം. അതുകൊണ്ടൊന്നും നിങ്ങൾ മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു നല്ല രീതിയിൽ ഒരു മനസമാധാനം കൈവരിക്കുന്നതിന് നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും അംഗീകാരം കിട്ടും. ഈ പറയുന്നത് പോലെ ശത്രുവായിട്ടും നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നവരും, അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നവരും, വഴിതെറ്റിക്കാനായിട്ട് വരുന്നവരുടെയൊക്കെ ഒരു ശല്യത്തിൽ നിന്ന് നമുക്ക് മാറി നമുക്ക് മനസമാധാനത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. നരസിംഹമൂർത്തി വളരെയധികം നമ്മൾക്ക് അനുഗ്രഹം തരുന്ന ഒരു ദേവനാണ് നരസിംഹമൂർത്തി. നിങ്ങളുടെ ഒരു ശത്രുബാധാദി ദുരിതങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കടുത്തതായ മനപ്രയാസങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട് നരസിംഹമൂർത്തിയുടെ ഭജനം നമുക്ക് വളരെയധികം സഹായിക്കും. നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ നരസിംഹക്ഷേത്രങ്ങളിൽ അപ്പക്കപ്പിറന്നാളിനൊക്കെ നരസിംഹക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നതുപോലെ നരസിംഹമൂർത്തിയുടെ നാമങ്ങൾ ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ ശ്രേയസ്കരമായിരിക്കും. പിന്നെ ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര, കന്നിക്കൂറ്. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കാണും. നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ പിന്നോക്കമായിരിക്കും. നമുക്ക് ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക മാർഗങ്ങളിൽ നല്ല നേട്ടങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വർഷമായിരിക്കും 1202. നിങ്ങളുടെ വസ്തുവകകൾ, അല്ലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ വസ്തുവകകൾ നമുക്ക് ഒന്നുകിൽ അവരെടുത്തിട്ട് അതിൻ്റെ പൈസ നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിടക്കുന്ന വസ്തുവകകൾ നമുക്ക് ആവശ്യത്തിന് കൊടുത്ത് നിങ്ങളുടെ മക്കളുടെ കല്യാണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആശുപത്രി ചിലവുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് അത്യാവശ്യ ഉപജീവനം നടത്തുന്നതിനുള്ള എന്തെങ്കിലും ചെറിയ തൊഴിലുകൾ, ഇതൊക്കെ ചെയ്യാനായിട്ട് സാധ്യമാകുന്ന ഒരു വർഷമാണ് വളരെയധികം. പിന്നെ നമുക്ക് വിദേശയോഗം, നമ്മുടെ കുട്ടികൾക്ക് വിദേശത്ത് വിടണം, നമുക്ക് പൈസയില്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വിദേശത്ത് തൊഴിലുണ്ട്, അവർക്ക് അവിടെ ചെന്നിട്ട് ഇതുവരെ ജോലി കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പലതരം ക്ലേശങ്ങൾ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാം മാറി വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഈ വിദേശത്ത് നിന്നൊക്കെ ജോലി ചെയ്തിട്ട് അവർക്ക് ശമ്പളം കിട്ടാതെ, മാസങ്ങളോളം ശമ്പളം കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത്തരം ശമ്പളം കിട്ടുന്നതിനും, ആ ജോലി സ്ഥിരത, അതുപോലെ തന്നെ ഈ PR അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണിത്. പിന്നെ ആഭരണാദി, നിങ്ങൾക്ക് ആഭരണത്തിനോടൊക്കെ ഒരു പ്രിയം ഉള്ള ആളാണെങ്കിൽ നമുക്ക് ധാരാളം ആഭരണങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനും, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടൊക്കെ ആഭരണങ്ങൾ ആവശ്യങ്ങൾ കാണും. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർക്കൊക്കെ ആ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നമുക്ക് അവരുടെ ആഭരണങ്ങളാണേലും വസ്ത്രങ്ങളാണേലും അവരുടെ ബാക്കി ആവശ്യങ്ങളുള്ള എല്ലാ സംഗതികളും നിറവേറ്റി കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. ഗണപതി ഭഗവാന്റെ ഒരു പ്രാർത്ഥന വളരെ ശക്തിയായിട്ട് നമ്മുടെ മനസ്സിരുത്തി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും നാളികേരം ഉടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഘ്നങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതാണ്. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്. ഇവർക്ക് വ്യാഴം ഇപ്പോൾ 10ാം ഭാവത്തിലും 6 മാസം കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരം ചിങ്ങൻ രാശിയിലേക്കാകുമ്പോഴത്തേക്കും അവർക്ക് 11ലും വ്യാഴം വരുന്നതാണ്. അപ്പോൾ 11ൽ വ്യാഴം, 10ൽ വ്യാഴം, ഇതൊക്കെ കർമ്മപരമായിട്ട് വളരെ നല്ലതാണ്. നമ്മളുടെ കർമ്മം, നമ്മുടെ പൂർവികരുടെ ഒരു കർമ്മം, അപ്പം നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ശ്രേയസ്കരമായിട്ടുള്ള വർഷമായിരിക്കും ഇത്. കാരണം നമ്മൾ പല കച്ചവടങ്ങളും, ചെറിയ ചെറിയ കച്ചവടം, ജോലി, വാഹനം, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തെല്ലാം പരാജയപ്പെട്ടു എന്ന് കരുതുക. നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾ ഏത് കാര്യത്തിന് കാലെടുത്ത് വെച്ചാലും നിങ്ങൾക്കത് ഐശ്വര്യമായിട്ട് വരും. നിങ്ങളുടെ ഒരു ധനാഗമ മാർഗം, അതായത് നമുക്ക് ആവശ്യത്തിന് സമ്പാദ്യം നമ്മൾക്കുണ്ടാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ, ഇപ്പം നമുക്ക് നല്ല വീട് മോടി പിടിപ്പിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഒരു ഉന്നത ഉപരിപഠനമോ, അല്ലെങ്കിൽ ഇപ്പം MBBS പഠിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഉപരിപഠനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ CA പോലെയുള്ള പരീക്ഷ എഴുതി
വളരെ പ്രാവശ്യം എഴുതിയാലാണ് ചില ആൾക്കാർക്ക് CA കിട്ടുന്നത്. ACCA പോലെയുള്ള പരീക്ഷകൾ ഒരുപാട് ഫീസിൻ്റെ വലിയ ചിലവുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ കൊണ്ട് ഇതൊന്നും എഴുതാൻ സാധിക്കാതെ മനപ്രയാസപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഒരു നല്ല കാലമാണ്. നിങ്ങൾക്ക് ആ ഒരു പഠനം നമുക്ക് ഈ ആദ്യത്തെ ഒരു 6 മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിനു വേണ്ടിയിരുന്ന എല്ലാ സഹായങ്ങളും വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും ഏത് തരത്തിലും അത്തരം സഹായങ്ങൾ കിട്ടി നമുക്ക് ആ പരീക്ഷ എഴുതി പാസ്സായി നിങ്ങളൊരു CA അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒക്കെ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്ന വർഷമാണ്. പരമാവധി അതിനുള്ള പരിശ്രമം വേണം. പിന്നെ കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ കൃഷിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ആ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്ലേശങ്ങളുണ്ടാവാം. എന്നാൽ നമ്മുടെ ഒരു നമ്മുടെ പരിശ്രമ ഫലമായിട്ട് നമുക്ക് അതൊക്കെ അതിജീവിക്കാൻ പറ്റും. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങളും അതായത് ഈ വർഷത്തിൻ്റെ അവസാന മാസങ്ങളിൽ നമുക്ക് അത് മാറ്റി നമുക്ക് നല്ല രീതിയിലോട്ട് വരാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പങ്കുകച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ, നമ്മുടെ ഒരു കുഴപ്പം കൊണ്ടല്ലാതെ നമ്മളെ വിട്ട് പോയ ചില പങ്കുകച്ചവടക്കാരുണ്ട്. അവർ നമ്മുടെ ധനത്തിനും കുറേ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് ആ ഒരു വിചാരം ഉണ്ടായി നമ്മുടെ കൂടെ തന്നെ തിരിച്ചു വരികയും അവർ ആ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അത് അനുകൂലമായിട്ട് വരികയും അവരുമായിട്ട് ഒത്തുചേർന്ന് നല്ല രീതിയിലോട്ട് നമുക്ക് കൃഷിയാണേലും ബിസിനസ്സാണേലും ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുകയാണെങ്കിലും ഏത് തരത്തിലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വിവാഹ ജീവിതം, നമുക്കിഷ്ടപ്പെടുന്ന ജീവിതം പലപ്പോഴും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ അതൊക്കെ മാറി നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ ജീവിത പങ്കാളിയുടെ കുടുംബക്കാർ നമ്മളെ മനസ്സിലാക്കി അവരുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വലിയ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വലിയ വാഹനങ്ങൾ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ല വളർത്തുമൃഗങ്ങളെ, നല്ല വില കൂടിയ പൂച്ചയോ പട്ടിയോ ഒക്കെ വാങ്ങിച്ച് വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ സമയത്ത് അത് വളരെ നന്നായിട്ട് സാധിക്കുന്നതായിരിക്കും. ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥന, നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും പെട്ടെന്ന് തരുന്ന ഒരു ഈശ്വരനാണ് ഹനുമാൻ സ്വാമി. അപ്പം നിങ്ങൾ ആ ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരനുഗ്രഹമായിട്ട് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതവും മാറുന്നതാണ്. വൃശ്ചികക്കൂറ്, വിശാഖം കാല്, അനിഴം, തൃക്കേട്ട. നമ്മൾ ചെറിയ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ ദൈനംദിനം ഇങ്ങനെ ലോഡൊക്കെ ഇറക്കി അങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിലേക്ക് ഒരു കരകയറ്റം ഉണ്ടാവില്ല എന്ന്. എന്നാൽ ഈ വർഷം അതിന് വളരെ വിരുദ്ധമായിട്ടാണ് വരിക. കാരണം വ്യാഴം 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുക ഈ വർഷം. അതായത് ആദ്യം 9-ലും അതിനുശേഷം 10 എന്ന് പറയുന്ന കർമ്മഭാവമാണ്. അപ്പോൾ ഈ വർഷം അവസാനം നിങ്ങൾക്ക് ഇതുവരെ അതിനുള്ള വേണ്ടത്ര പണി കിട്ടുന്നില്ല. ഇപ്പോൾ ഓണത്തിന് നമുക്ക് കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാനായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കുന്നതിനുള്ള ക്ലേശങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുമ്പം നിങ്ങൾക്ക് ധാരാളം ധനം കൊണ്ട് നിങ്ങളുടെ വീടിനെ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാനായിട്ടും അതുപോലെ തന്നെ കുട്ടികൾ ഓണത്തിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും മത്സരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ധനം നമുക്ക് ലഭിച്ച് നമുക്കതിനകത്തൊക്കെ പങ്കെടുക്കാൻ സാധിക്കും. അതിനൊക്കെ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കടം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സുമനസ്സുകൾ സംഭാവന നൽകിയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കളികൾക്ക് വിടുകയും അല്ലെങ്കിൽ വള്ളംകളി പോലെയുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഓണത്തിൻ്റെ നമുക്ക് സന്തോഷകരമാക്കാനുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ഭംഗിയായ രീതിയിൽ മറ്റുള്ളവർ ആഘോഷിക്കുന്നത് പോലെ ഓണം മനോഹരമായിട്ട് ആഘോഷിക്കാനുള്ള പണം ഏതെങ്കിലും തരത്തിൽ നമുക്ക് വായ്പയായിട്ടൊക്കെ ലഭിക്കും. അടുത്ത 6 മാസം, ഈ വർഷത്തിൻ്റെ അവസാനത്തെ 6 മാസം നിങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ പൈസ ഉണ്ടാക്കി, ആ ധനം ഉണ്ടാക്കി, നിങ്ങൾക്ക് ആ കടമൊക്കെ വീട്ടി അത്യാവശ്യം സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. നവഗ്രഹ പ്രാർത്ഥന, നവഗ്രഹങ്ങളാണ് നമുക്ക് ഈ
ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് നവഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി കൊണ്ട് ആണ് നമുക്ക് മനസ്സിന് പലപ്പോഴും നമുക്ക് ശക്തിയില്ലാതെ വരുന്നത്. മനോബലം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് മനോബലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ മനോബലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നവഗ്രഹങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഓണക്കാലാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പണിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ക്ലേശങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധനം വാങ്ങിച്ച് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അവസാനത്തെ 6 മാസം നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യം ഉണ്ടാവും. നവഗ്രഹ പ്രാർത്ഥന നമുക്ക് ചെയ്ത് നമുക്ക് നല്ല രീതിയിലോട്ട് ജീവിക്കാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടം, കാല്, ധനുക്കൂറ്. ധനുക്കൂറിന് 8 ഇപ്പോൾ 8ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പിന്നീട് 9ാം ഭാവത്തിലേക്ക് മാറുന്നു. അപ്പം നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഈ ചിങ്ങമാസം തുടങ്ങി ചിങ്ങമാസത്തിലും കന്നിമാസത്തിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഉപകരണങ്ങൾ കേടായി, അല്ലെങ്കിൽ ഫ്രിഡ്ജ് കേടായി, വാഷിംഗ് മെഷീൻ കേടായി, അല്ലെങ്കിൽ ചില വീടിൻ്റെ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വന്നു, അങ്ങനെയൊക്കെ വന്ന് കുറച്ച് ക്ലേശങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ വർഷാവസാനമാകുമ്പോഴത്തേക്കും ഒരു 6 മാസം അല്ലെ 5 മാസത്തിന് ശേഷം വ്യാഴം മാറുന്നതോടുകൂടി നിങ്ങൾക്കും എല്ലാവിധ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. പിന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തൊഴിലിടങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണാം. ചില പഠിക്കുന്ന കുട്ടികൾ, ഇപ്പം നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടിയിൽ മറ്റുള്ള കുട്ടികൾ, നിങ്ങൾ ധനപരമായിട്ടുള്ള ചെറിയ സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പം ചില കുട്ടികൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ട്. ഓഫീസിലാണേലും കൊള്ളാം, നമുക്ക് ചെറിയൊരു കഴിവ് കുറവാണ്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കി എടുക്കാനായിട്ട് ചെറിയ താമസമുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നതിന് പകരം നമ്മളെ പരിഹസിക്കുകയും നമ്മളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും നിങ്ങൾക്ക് സംജാതമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യതകൾ നല്ല മേലധികാരി അവിടെ ചാർജ് എടുക്കുന്നതോടുകൂടി നിങ്ങളെ വളരെയധികം ചേർത്ത് പിടിക്കും. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റലിലെ ആ വാർഡൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നല്ല ജീവിതം സന്തോഷത്തോടെ പഠിക്കാൻ പറ്റും. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസമാധാനത്തോടെയും നമുക്ക് ജോലിക്ക് ഓഫീസിലേക്ക് പോകണ്ട എന്ന് തോന്നുന്ന അവസ്ഥയുള്ളവർക്ക് പോലും നല്ല രീതിയിൽ സന്തോഷമായിട്ട് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മകളുടെ വിവാഹം, ഇപ്പം വിവാഹമൊക്കെ നടത്താനായിട്ട് ഭയങ്കര പാടാണ്. ജാതകം ചേർന്ന് വരണം, കുട്ടികളുടെ ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് മകളുടെ മറ്റുള്ളവരെ അയൽവക്കത്തുകാരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു, നിങ്ങൾ വളരെയധികം മനപ്രയാസത്തോടെയാണ് നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ആ മകൻ്റെ വിവാഹത്തിന് വേണ്ടുന്ന നമുക്ക് ഒരു ഭയമാണ്, നമുക്ക് അവർക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ കല്യാണം നടത്തേണ്ടതായിട്ടുള്ള സാമ്പത്തിക സ്ഥിതികൾക്ക് നമ്മളുടെ ആൾക്കാരെല്ലാം നമ്മളോട് സഹകരിക്കുമോ? ഇത്തരത്തിലുള്ള ഒരുപാട് വ്യാധികളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മാറി നമ്മളുടെ കുഞ്ഞുങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയും അതുപോലെ ആർഭാടത്തോടു കൂടിയും നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം. ആർഭാടം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ആർഭാടങ്ങളല്ല, നമുക്ക് അവരുടെ മനസ്സിന്, ആ കുട്ടിയുടെ മനസ്സിലൊരു വിവാഹ സങ്കല്പം ഉണ്ടാവും. ആ സങ്കല്പത്തിനനുസരിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. അനാവശ്യ ആർഭാടങ്ങളോടല്ല പറഞ്ഞത്. നല്ല രീതിയിൽ അവരുടെ നമ്മുടെ കുടുംബത്തിന് മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിൽ അവരെ നമുക്ക് വിവാഹം കഴിച്ചു വിടാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാവുന്നതാണ്. പിന്നെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക്, രാഷ്ട്രീയത്തിൽ നമുക്ക് ഒന്നും ആകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കാത്തയാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വളരെയധികം ഒരു അംഗീകാരം കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ ആ നാട് മുഴുവൻ അംഗീകരിക്കുകയും നിങ്ങളെ അതിൻ്റെ ബലത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല നേട്ടം, നമുക്ക് ജീവിതത്തിൽ നല്ല നേട്ടം കൊയ്യാനും ജനങ്ങളുടെ സ്നേഹം ആർജിച്ചെടുക്കാനായിട്ടും സാധിക്കും. പിന്നെ ഈ മുടികൊഴിച്ചിൽ പോലെയുള്ള രോഗങ്ങൾ ചിലപ്പം നിങ്ങളെ അലട്ടിയേക്കാം. മുടികൊഴിച്ചിലോ അല്ലെങ്കിൽ മുഖത്തൊക്കെയുള്ള ചെറിയ പാടുകളോ, നിങ്ങളതിനകത്തൊന്നും ഒരു മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തക്കതായ നല്ല ചികിത്സ ലഭിക്കുന്നതാണ്. ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ആ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3-4 മാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5-6 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള മനസ്സിനെ തളർത്തുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ശിവപാർവതി ക്ഷേത്രത്തിലെ ദർശനം, അല്ലെങ്കിൽ ശിവപാർവതി
ആ ഒരു നാമജപം നിങ്ങളെ എല്ലാ തരത്തിലും ആരോഗ്യപരമായ കാര്യങ്ങൾ, ഇതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. നല്ല കുടുംബജീവിതം, അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ഭദ്രത, അതുപോലെ തന്നെ നമുക്ക് ഉല്ലാസമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഉല്ലാസയാത്രയൊക്കെ പോകണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഇത്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര 7-8 ഭാവങ്ങളിലായിരിക്കും നിങ്ങൾക്ക് വ്യാഴം സഞ്ചരിക്കുക. ചില ആൾക്കാരുമായിട്ട്, അതായത് പ്രത്യേകിച്ചും ചോതി നക്ഷത്രക്കാരുമായിട്ടുള്ള പങ്ക് കച്ചവടം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ധനം കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിങ് മേഖലയോ അല്ലെങ്കിൽ ചെറിയ ധനം കൊടുത്ത് സമ്പാദ്യം ഉണ്ടാക്കുകയാണ്, കഴിവതും ചോതി നക്ഷത്രക്കാരെ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല സ്നേഹത്തിലിരിക്കുന്ന നിങ്ങളുമായിട്ട് ഒരു പിണക്കം ഉണ്ടാവാനുള്ള വളരെയധികം സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഒന്നിലധികം വീട് സ്വന്തമാക്കാനായിട്ടുള്ള ഒരവസരമാണിത്. ഒരു വീട് പോലും ഇല്ലായിരുന്ന നമുക്ക് സ്ഥലം വാങ്ങിച്ച് ആരുടെയും, അതായത് കുടുംബസ്വത്തോ അല്ലെങ്കിൽ ആരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം വീട് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കടം മൂലം നമുക്ക് വളരെ ആഗ്രഹിച്ച് നമ്മൾ വാങ്ങിച്ച കടമുറിയോ എന്തെങ്കിലും നിങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കുന്നതിനും ഈ സമയത്ത് നല്ല ഒരു സാധ്യതയുള്ള സമയമാണ്. പിന്നെ ചെറിയ പ്രായക്കാർക്ക് ചെറിയ സർജറി പോലെയുള്ള ചില കാര്യങ്ങൾ ചിലപ്പം വേണ്ടി വന്നേക്കാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ നക്ഷത്രക്കാർ അതെല്ലാം ഒഴിവാക്കി നമ്മൾ ആശുപത്രിയിലെ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ആശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നമ്മളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പിന്നെ അമിതമായി നിങ്ങൾ ആർഭാടത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ജീവിത ചെലവുകൾ പരമാവധി നിയന്ത്രിക്കേണ്ടി വരും. അങ്ങനെ ജീവിത ചിലവുകൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുഗ്രഹം ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. ലക്ഷ്മി നരസിംഹ ഭജനം, ആ ലക്ഷ്മി നരസിംഹമായിട്ട് ലക്ഷ്മി ദേവിയോട് കൂടിയിരിക്കുന്ന നരസിംഹത്തിനെ മനസ്സിൽ പ്രാർത്ഥിച്ച് നാരായണ നാമം ജപിച്ചാൽ നിങ്ങളുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. കുംഭക്കൂറ്, അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്, അതായത് 6-ാം ഭാവം 7-ാം ഭാവം, ഈ 2 രാശികളിലായിരിക്കും നിങ്ങളുടെ വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ ക്ലേശങ്ങൾ ഈ വർഷാദ്യത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭിന്നത, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ആളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, തൊഴിൽ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള ചില ക്ലേശങ്ങൾ നമുക്കുണ്ടായേക്കാം. എന്നാൽ വർഷാവസാനം ആകുമ്പോഴത്തേക്കും നല്ല ജീവിത വിജയം ഉണ്ടാവും. വൈദ്യശാലകൾ, ലാബുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൃഷി, ഇപ്പം മത്സ്യകൃഷിയോ അല്ലെങ്കിൽ ഇങ്ങനെ പോത്ത് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ലാഭവും സാമ്പത്തിക ഭദ്രതയുണ്ടാവും. അതുപോലെ ജിമ്മ്, യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ധാരാളം ആൾക്കാരെയൊക്കെ കിട്ടുകയും നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫോൺ വഴി നമ്മുടെ ധനം നഷ്ടമാകാനായിട്ട് ഓരോ ആപ്പിലും അനാവശ്യമായിട്ടുള്ള നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് ധനനഷ്ടം ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. അത്തരം ധനനഷ്ടം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരു ഈശ്വരവിശ്വാസത്തോടു കൂടി ജീവിക്കണം. നമ്മൾ ഈശ്വരവിശ്വാസത്തിൽ കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു അബദ്ധങ്ങളോ ഒന്നും പറ്റാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചെറിയ സഹായങ്ങൾ, നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ചെറിയ അമ്മമാർക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ചെറിയ ഭക്ഷണമോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. പിന്നെ ശ്വാസതടസ്സം പോലെയുള്ള ചില അസുഖങ്ങൾ അല്ലെങ്കിൽ അലർജി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വാഹനങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക്, നിങ്ങൾ ഒരു കാറാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് വാൻ വാങ്ങിക്കാൻ പറ്റും. വാൻ ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ബസ് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. ഭദ്രകാളി ഭജനം, ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോയി തൊഴുക, അല്ലെങ്കിൽ ഭദ്രകാളിയുടെ നാമങ്ങൾ ജപിക്കുന്നത് നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ചെറിയ ക്ലേശങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. മീനക്കൂറ്, പൂരുരുട്ടാതി,
അവസാന ഭാഗം ഉത്രട്ടാതി രേവതി. അതായത് മീനക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലും ആയിരിക്കും, 5-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലും ആയിരിക്കും വ്യാഴം സഞ്ചരിക്കുന്നത്. 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അത് പക്ഷേ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ എവിടെയാണോ വിശ്വസിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഗുരുവായൂരപ്പനെയാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെയാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള യോഗീശ്വരന്മാരെയോ അല്ലെങ്കിൽ ആശ്രമത്തിലൊക്കെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവരെ അടിയുറച്ച് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ, ലോൺ അടയ്ക്കാൻ സാധിക്കാതെ വീട് ജപ്തി ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ വാഹനം ജപ്തി ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മുക്തി ഉണ്ടാവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഐക്യമില്ലായ്മയിൽ കൂടി കുടുംബത്ത് നമുക്ക് ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ പറയുന്ന പോലെ നമ്മുടെ കുട്ടികൾ കേൾക്കുന്നില്ല, നമ്മുടെ ഭാര്യ കേൾക്കുന്നില്ല, നമ്മുടെ അച്ഛൻ കേൾക്കുന്നില്ല, അമ്മ കേൾക്കുന്നില്ല. ഇങ്ങനെ വരുമാനങ്ങൾ വളരെയധികം വിഘടിച്ച് പോകുന്ന ഒരു സ്ഥിതിയാണ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ദീർഘകാലങ്ങളായിട്ട് നിങ്ങൾക്ക് കേസുണ്ട്, നിങ്ങൾക്കതിലൊരു തരത്തിലും നിങ്ങൾക്ക് ആ ഒരു കേസിൽ നിന്ന് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈ സമയത്ത് നമുക്കതിനനുയോജ്യമായ ഒരു വക്കീലിനെ കിട്ടുകയും അതിനുള്ള നിയമോപദേശം കിട്ടുകയും നമുക്ക് നല്ല ജീവിത വിജയം കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ചില എല്ലാവരുടെയും മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കുമല്ലോ, നല്ല ഒരു കുടുംബജീവിതം. അപ്പോൾ ആ കുടുംബജീവിതത്തിന് നമ്മൾ ചിലപ്പോൾ അയൽവക്കത്തുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ നമുക്ക് വഴി തരുന്നില്ല, നമുക്കൊരു വാഹനമുണ്ട്, നമ്മുടെ വാഹനം നമ്മുടെ വീട്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല. ഇത്തരം ക്ലേശങ്ങളൊക്കെ നമുക്ക് മാറി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് ചെറിയ വേദനകൾ, തലവേദനയോ പല്ലുവേദനയോ ഒക്കെ പോലെയുള്ള ചില ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ ഒരു ചെറിയ വേദനകൾ ചെറിയൊരു കാലത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും. രോഗദുരിത കാര്യങ്ങളിലൊക്കെ ചിലപ്പം ഈ അവസാന ഒരു 6 മാസം ചെറിയ ദുരിതങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും നമ്മളെ തളർത്താതെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വർഷം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഗുരുവായൂരപ്പനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുക, അവിടെ പ്രദക്ഷിണം വെക്കുക, ഭഗവാനോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ വളരെയധികം ആ മനശ്രദ്ധയോടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ആദ്യം പറഞ്ഞ ഒരു കോടീശ്വര യോഗം, ആ ഒരു യോഗത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാർക്കായിരിക്കും ആ കോടീശ്വര യോഗം ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് ഭരണി, രോഹിണി, പൂയം, ആയില്യം, മകം, അത്തം, പൂരാടം, ഉത്രട്ടാതി, ഇത്രയും നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള വളരെയധികം ഒരു അനുകൂലാവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നമുക്ക് ധാരാളം ധനം നമുക്ക് സമ്പാദിക്കാനും അതുപോലെ തന്നെ നമുക്ക് ആർഭാട ജീവിതം നയിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ സകല കാര്യങ്ങളും നിവർത്തിക്കാനുമുള്ള ഒരു സാധ്യതയുള്ള വർഷമാണ്. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറയുന്ന ഭരണിയോ രോഹിണിയോ പൂയമോ ആയില്യോ മകോ അത്തോ പൂരാടോ ഉത്രട്ടാതിയോ ഈ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം വളരെ വലിയ വിജയം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു ശിവഭഗവാന്റെ ഒരു അനുഗ്രഹം വേണം. അപ്പോൾ ആ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രാർത്ഥന നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. വലിയ ശിവക്ഷേത്രങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭഗവാന്റെ വാഹനമാണ് നന്ദി. നമ്മൾ ആ നന്ദിയുടെ പാദത്തിങ്കൽ ഒരു 3 കൂവളത്തില സമർപ്പിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു 3 പ്രാവശ്യം നന്ദിയുടെ ചെവിയിൽ, അദ്ദേഹത്തിൻ്റെ ചെവി ഒരു കൈകൊണ്ട് അടച്ചു വെച്ച് നമ്മൾ നമഃശിവായ 3 പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ മറ്റേത് നക്ഷത്രത്തെക്കാളും വളരെ സൗഭാഗ്യമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് ഈ വർഷം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ആ ഒരു കോടീശ്വര യോഗം എന്ന് പറയുന്നത് ഉണ്ടാവും. ഇത് ഗ്രഹനിലകളുടെ മാത്രമല്ല, പ്രധാനപ്പെട്ട പല ജ്യോതിഷികളുടെയും അവർ ദേവപ്രശ്നം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പം എല്ലാ ആൾക്കാർക്കും ഒരു നല്ല വർഷം നേരുന്നു. എല്ലാവർക്കും നമസ്കാരം.